whatever. But, and I know for myself. So if someone else misunderstands what I'm saying, that's their misunderstanding. I don't have to prove. ഞാൻ ഒരിക്കലും ആരോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, അപ്പോൾ പറഞ്ഞു പണ്ടും ഉണ്ടായിരുന്നു ലാൽ, അന്ന് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇതിലൊന്നും വരില്ലായിരുന്നു. ഞാൻ പറഞ്ഞ എന്താണ്, നമ്മളെ അറിയാതെ പ്രാഗുമായിരുന്നു. അതൊരു വേറൊരു തലത്തിൽ നിന്നുള്ള ഒരു ആൻസറാണ്. അത്തരം കാരണം ഇത്തരത്തിലുള്ള പരനാറികൾ സോഷ്യൽ മീഡിയകളിൽ അഴിഞ്ഞാടുമ്പോൾ അവർക്ക് അർമോദിക്കാൻ വേണ്ടി എന്തിനാണ് തങ്ങളെന്തെങ്കിലും പറയുന്നതെന്ന് ഒരുപക്ഷെ അവർ ചിന്തിക്കുന്നുണ്ടാകും. എന്നാൽ വിസ്മയയ്ക്ക് ആർജവമുണ്ട്. അനീതി കണ്ടു കഴിഞ്ഞാൽ അത് പറയാനുള്ള മനസ്സുണ്ട്. അതിനെ അഭിനന്ദിച്ച് മതിയാകും. ഞാനിവിടെ ഒരു പോസ്റ്റ് വയ്ക്കുന്നുണ്ട്, അപ്പോൾ അതിലേക്ക് വരാം. അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയുവാണ്. ലാലേട്ടൻ്റെ മകൾ വിസ്മയുടെ ഒരു സിനിമ ഇറങ്ങാൻ പോവാണ്. അപ്പം ഈ സിനിമയുടെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒരു പ്രൊമോഷൻ പരിപാടി നടന്നിട്ടുണ്ടായിരുന്നു. ലാലേട്ടനും ഫാമിലി എല്ലാവരും അതിനകത്തുണ്ട്, വിസ്മയും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോയുടെ അടിയിൽ വന്ന കമൻറ്റുകളുണ്ടല്ലോ, കണ്ടു കഴിഞ്ഞാൽ പടച്ചവനെ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. ആ രീതിയിലുള്ള കമൻറ്റുകളാണ് ഈ പറഞ്ഞിട്ടുള്ള. നമുക്കറിയാലോ CJPയുടെ സമരവുമായിട്ട് ബന്ധപ്പെട്ട് സപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ സംഘികളെല്ലാം കൂടെ കയറി ഈ പറഞ്ഞിട്ടുള്ള വിസ്മയ മോഹൻലാലിനെയും അതുപോലെ ലാലേട്ടനെയൊക്കെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ കമൻറ്റുകളിലൂടെയും അല്ലാതെയൊക്കെ നമ്മൾ കണ്ടാണ് ഒരുപാട് കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസവും ഞാൻ അതുപോലെ മോശപ്പെട്ട വൃത്തികെട്ട കമൻറ്റുകളാണ് യുവന്മാരൊക്കെ കൊണ്ട് എഴുതി അതിനകത്തോട്ട് ഇട്ടേക്കുന്നതെന്ന് ആലോചിക്കുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം, എല്ലാവരും ലൈക്ക് ചെയ്യണം. ഈ ലാലേട്ടനെ ഇഷ്ടപ്പെടുന്ന ആളുകളും അതുപോലെ ഈ വിസ്മയ എന്ന ഈ കുട്ടിയെ ഇഷ്ടപ്പെടുന്ന, ഞാൻ നോക്കിയിട്ട് ആ കുട്ടി ഈ വിസ്മയ ഒരു പ്യുവർ സോളാണ്. എന്തൊരു വിനയവുമാണ്, എന്തൊരു റെസ്പെക്റ്റാണ് ആളുകൾ സംസാരിക്കുന്നതായാലും. ആ കുട്ടിയുടെ ആ ഒരു ഇപ്പം സിനിമയിലേക്ക് വന്നതിൻ്റെ ഒരു ചെറിയൊരു പുള്ളിക്കൊരു നമ്മളൊരു എല്ലാവരെയും ഫേസ് ചെയ്യാനുള്ളൊരു ചെറിയൊരു ചമ്മൽ എന്നൊക്കെ പറഞ്ഞു, അതിൻ്റെ ഭാഗമായിട്ട് ആ ബോഡി ലാംഗ്വേജ് ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു രീതിയിൽ എന്തെങ്കിലും നെഗറ്റീവ് തോന്നിയിട്ടുണ്ടായിരിക്കാം. പക്ഷേ അതൊക്കെ മാറും. പക്ഷേ ഇവിടെ ഈ സംഖ്യകളുണ്ടല്ലോ, ഈ സംഖ്യകളെല്ലാം കൂടെ ചേർന്നിട്ട് എന്തോ ഒരു മോശമായിട്ടുള്ള കമൻറ്റുകളാണ്. വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അറപ്പ് വരെ തോന്നിപ്പോവും. ഇത് ഒരിക്കലും ഇനി വിസ്മയ മോഹൻലാൽ എന്നല്ല, ആരാണെങ്കിലും ഒരു സ്ത്രീയുടെ മേലും ഇതുപോലുള്ള വെറും തീട്ട കമൻറ്റുകളുമായിട്ട് പബ്ലിക്കിലേക്ക് വരരുത്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യണം. വേറൊന്നുമല്ല, ഇവന്മാരൊക്കെ പടം പൊട്ടിക്കാൻ നോക്കുവാണല്ലോ കമൻറ്റിലൂടെയൊക്കെ. ഞാനൊരു കമൻറ്റ് ഇവിടെ വായിക്കാം. ഇവന്മാർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു തുടക്കമല്ല, ഇതൊരു ഒടുക്കമാണെന്നൊക്കെ പറഞ്ഞ് കമൻറ്റിലൂടെ പൊട്ടിക്കുമെന്ന് പറഞ്ഞിട്ട് ജയ് വിളിയൊക്കെ നടത്തുന്നുണ്ട്. ഇവന്മാരെ മുമ്പിൽ ഈ പടം വിജയിപ്പിക്കണമെങ്കിൽ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്ത് 10 പേരിലേക്കെങ്കിലും എത്തണം. എന്നാൽ മാത്രമേ നമുക്ക് ലാലേട്ടനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് സത്യത്തിനൊപ്പം നിന്ന് സംസാരിച്ചതിൻ്റെ പേരിലാണ് ഈ വിസ്മയക്കും ഈ ലാലേട്ടനൊക്കെ ഇന്ന് ഈ ചാണകങ്ങളുടെ വായിരിക്കുന്ന കേൾക്കേണ്ട അവസ്ഥകൾ വന്നത്. സത്യത്തിന് വേണ്ടിയിട്ട്, വരും തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവരൊക്കെ സംസാരിച്ചത്. അല്ലാതെ ഇന്ന് ഭരണത്തിൽ കയറി ഇരുന്ന് തിന്നു കുടിപ്പിക്കുന്ന അവന്മാർക്ക് വേണ്ടിയിട്ടല്ല സംസാരിച്ചത്. വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് 20 പിള്ളേർ നീറ്റ് പരീക്ഷ ക്രമക്കേടുമായിട്ട് ആത്മഹത്യ ചെയ്ത് അവരോട് പോലും ഒരു ദാക്ഷിണ്യവും അല്ലെങ്കിൽ അവരോട് പോലും ഒരു സ്നേഹവും അവർക്ക് നീതി മേടിച്ചു കൊടുക്കുക എന്നുള്ളൊരു ചിന്ത പോലും ഇല്ലാതെയാണ് ഈ വൃത്തികെട്ടവന്മാർ വന്ന് ഇതുപോലുള്ള കമൻറ്റുകൾ ഇടുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ ചാനലും കൂടെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. കാരണം 10 പേരിലേക്ക് ഇതുപോലുള്ള വിഷയങ്ങൾ എത്തണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം. അതുകൊണ്ട് ഉറപ്പായിട്ടൊന്ന് ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പം ഈ തീട്ട കമൻറ്റുകൾ കൊണ്ടിട്ട ആളുകൾക്ക് ചുട്ട മറുപടി വിസ്മയവും അതുപോലെ ലാലേട്ടനും കൊടുക്കുന്നുണ്ട്. എൻ്റെ മോനെ, ഞാൻ അത് വെച്ച് തരാം. അതിനുശേഷം ഞാനൊരു വീഡിയോ കൂടെ വെച്ച് തരാം, സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക. അപ്പം ഞാനിവിടെ വന്ന ഒരു കമൻറ്റ് സത്യം പറഞ്ഞാൽ എനിക്ക് വായിക്കണമെന്നുണ്ട്. പക്ഷേ കാരണം അത്രമാത്രം ആ കുട്ടിയെ മോശകരമായിട്ട് വൃത്തികെട്ട രീതിയിലാണ് ഓരോ ഈ പറഞ്ഞിട്ടുള്ള ടീംസുകളൊക്കെ വന്ന തീട്ട ടീംസുകളൊക്കെ വന്ന് കമൻറ്റ് ഇട്ടിട്ടുള്ളത്. എന്തായാലും ആ കമൻറ്റുകളൊക്കെ ഇട്ടവന്മാർക്കുണ്ടല്ലോ, ചുട്ട മറുപടിയുമായിട്ട് നമ്മളെ വിസ്മയ മോഹൻലാലും അതുപോലെ ലാലേട്ടനും ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. അതുകൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കാം. ആദ്യം ലാലേട്ടൻ പറയുന്നത് ഞാൻ ഇവിടെ വെച്ചുതരാം, അതിനുശേഷം വിസ്മയ മോഹൻലാൽ പറയുന്നത് ഞാനിവിടെ വെച്ചുതരാം. അതിപ്പോൾ അങ്ങ് പറഞ്ഞ പോലെ ഇത് സോഷ്യൽ മീഡിയ പേടിച്ച് ജീവിക്കേണ്ട കാലമാണ്. പക്ഷെ അങ്ങനെ പേടിച്ച് നമുക്ക് ജീവിക്കാനാണെങ്കിൽ വരാതിരിക്കാനേ പറ്റുള്ളൂ, ഒന്നും പറയാതിരിക്കാനേ പറ്റുള്ളൂ. ഈ ഫേസ്ലെസ് ആയിട്ടുള്ള ആൾക്കാരാണ് അവർക്ക്. ഇപ്പോൾ പണ്ട് ഞാനൊരിക്കലും ആരോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു,
അപ്പോൾ പറഞ്ഞു പണ്ടും ഉണ്ടായിരുന്നു ലാൽ, അന്ന് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇതിലൊന്നും വരില്ലായിരുന്നു. ഞാൻ പറഞ്ഞ എന്താണ്, നമ്മളെ അറിയാതെ പ്രാഗുമായിരുന്നു. അതൊരു ഇത് വേറൊരു തലത്തിൽ നിന്നുള്ള ഒരു ആൻസറാണ്. അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിലൊരു ഒരു സന്തോഷമുള്ള ആൾക്കാരുണ്ട് അല്ലെ, ഒരു എക്സ്ട്രസ് ഒരു പെപ്പപ്പ് കിട്ടുന്ന ആൾക്കാരുണ്ട്. അതങ്ങനെ ആൾക്കാരുണ്ട്. അവർ ലെറ്റ് ദം ബി ഹാപ്പി. അതാണ്, അല്ല ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളന്ന് പിള്ളേരിനെ വളർത്തിയത് ഫ്രീഡം ഓഫ് തോട്ട്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഒക്കെ. അപ്പോൾ ഈ ഫ്രീഡം ഓഫ് തോട്ട് കൊടുക്കുമ്പം നീ ആലോചിച്ചാൽ മതി, എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ പറയാൻ പറ്റില്ല. സോ വെൻ യു ഗിവ് ദം ഫ്രീഡം ഓഫ് തോട്ട്, ദേ വിൽ ഹാവ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ. ആൻഡ് വൺസ് ദേ എക്സ്പ്രസ്, ഇറ്റ് ഈസ് ദേ പോയിന്റ് ഓഫ് വ്യൂ. അത് വന്നിട്ട് ഇറ്റ് ക്യാൻ ബി ഡിഫറെൻറ്റ്, എൻ്റെ ഇതിലിരുന്ന് ഡിഫറെൻ്റ് ആയിരിക്കും, ബി ഡിഫറെൻറ്റ് ഫ്രം യോഴ്സ്. അതുപോലെ കാണുന്ന ആൾക്കാർക്കൊക്കെ വേറെ വ്യൂ പോയിന്റ് ആയിരിക്കും, ഓർ മേ ബി ദ സെയിം. അതെ, ലാലേട്ടൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? സത്യവും നീതിയും സംസാരിക്കാൻ ഒരുത്തൻ്റെ മുമ്പിൽ നമ്മൾ തലകുനിക്കേണ്ട കാര്യമില്ല, ഒരുത്തൻ്റെ മുമ്പിൽ പേടിച്ച് മാറി നിൽക്കേണ്ട കാര്യമില്ല. ഇനി തല പോകുന്ന കേസാണെങ്കിൽ പോലും ലാലേട്ടൻ പറഞ്ഞല്ലോ. അതുപോലെ ലാലേട്ടൻ്റെ വൈഫ് പറഞ്ഞതുപോലെ ഫ്രീഡം ഓഫ് തോട്ടുണ്ട്. അവരവർക്ക് അവരുടെ അഭിപ്രായം പറയാൻ ഈ ഇന്ത്യ മഹാരാജ്യത്ത് എല്ലാവർക്കും അതിൻ്റേതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതാദ്യം മനസ്സിലാക്കുക. അല്ലാതെ ഇന്ന പാർട്ടിക്കെന്നോ വേണ്ടി മെഴുകി നടക്കാൻ ഇതുപോലുള്ള നട്ടലുള്ള ആളുകളെ കിട്ടത്തില്ല എന്ന് കൂടെ മനസ്സിലാക്കുക. ഇനി ഞാനിവിടെ വിസ്മയുടെ മറുപടിയും കൂടെ വെച്ച് തരാം. ഇപ്പം ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വിഷയത്തിൻ്റെ CJPയെ സപ്പോർട്ട് ചെയ്ത, ആ പിള്ളേരെ സപ്പോർട്ട് ചെയ്ത, വിദ്യാർത്ഥികളെ സപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ വിസ്മയക്ക് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്ന കമൻറ്റുകൾ എന്തൊരു മോശമായിട്ടുള്ള കമൻറ്റുകളാണ്. നടത്തത്തെ പോലും, ഇരുത്തത്തെ പോലും, സംസാരിക്കുന്ന രീതിയെ പോലും എന്തോരു മോശമായിട്ടുള്ള കമൻറ്റുകളാണ്. ഇതൊക്കെ നിൻ്റെയൊക്കെ വീട്ടിലെ സ്ത്രീകളെയാണ് ഇങ്ങനെ പരസ്യമായിട്ട് ആളുകളിങ്ങനെ ഇതുപോലുള്ള കമൻറ്റുകളിലിട്ട് ഇതിങ്ങനെ ചെയ്യുന്നെങ്കിൽ നീയൊക്കെ മിണ്ടാതെ വായും കെട്ടി നോക്കിയിരിക്കൂ? ഇല്ല, ഒരിക്കലും നോക്കിയിരിക്കത്തില്ല. എൻ്റെ പൂർണ്ണ പിന്തുണ വിസ്മയ്ക്ക് തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ, ഈ CJPയുമായിട്ടുള്ളൊരു വിഷയത്തിൽ. അതുപോലെ വിസ്മയുടെ ഇറങ്ങാൻ പോകുന്ന പടം വമ്പം വിജയമാവും. നോക്കിയോ, എത്ര പടം പൊട്ടിക്കാൻ നടന്നാലും, ഈ തീട്ടങ്ങൾ നടന്നാലും അത് പൊട്ടത്തില്ല. സത്യത്തിനൊപ്പം നിൽക്കുന്ന ആളുകളുണ്ടല്ലോ, അത് ഉറപ്പായിട്ടും അതിൻ്റെ വൻ വിജയം തന്നെ നേടിക്കൊടുക്കുക തന്നെ ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങൾ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണം. വിസ്മയ പറയുന്നതിന് ശേഷം ഞാനിവിടെ ഒരു വീഡിയോ വെച്ച് തരാം, ഒരു ചേട്ടൻ പറയുന്നത്. അത് നിങ്ങളത് കണ്ടു നോക്കണം, സ്കിപ്പ് ചെയ്യാതെ. എനിക്കറിയാം ഞാൻ എന്താ ഉദ്ദേശിച്ചത്, whatever, but and I know for myself. So if someone else misunderstands what I'm saying, that's their misunderstanding. I don't have to prove what I'm thinking or what I'm feeling, or I don't have to say no, it's like this, it's like that. I don't have to explain myself. If someone has a problem, they have a problem, and I can't do anything to fix that problem, and I don't have to. It's not on me to fix. അതെ, നിങ്ങളൊന്നും കരയേണ്ട കാര്യമില്ല. പുള്ളിക്കാരിക്ക് അറിയാം എവിടെ എന്തൊക്കെ പറയണമെന്നും എന്തൊക്കെ ചെയ്യണമെന്നും എന്തൊക്കെ പ്രോബ്ലം പുള്ളിക്കാരിക്ക് സോൾവ് ചെയ്യണമെന്നും. വേറെ ഒരുത്തൻ്റെയും കരച്ചിൽ ആവശ്യമില്ലെന്നാണ് ഇവിടെ വിസ്മയ പറയുന്നത്. അതുമാത്രമല്ല, ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞൊക്കെ നോക്കണം, ഈ തീട്ട കമൻറ്റുകൾ ഇട്ട അവൾമാർ പോലും കൈയടിക്കുന്ന രീതിയിലായിരിക്കും ഈ സിനിമ ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്ക്. ഈ സിനിമ പൊട്ടിക്കാനാണല്ലോ ഇപ്പം നോക്കുന്നത്. ഓക്കെ, എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാനിവിടെ ഒരു ക്ലിപ്പ് വെച്ച് തരാം, അതും കൂടെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. കാരണം ഈ പറഞ്ഞിട്ടുള്ള വിസ്മയ മോഹൻലാൽ അഭിപ്രായം പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ ഇങ്ങ് പട്ടാളത്തിൽ വരെ പോയിട്ടുള്ള ആളുകൾ വരെ വന്നിരുന്നിട്ട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ശരിയായില്ല മോളെ എന്ന്. അതിനൊക്കെ ഉള്ള ചുട്ട മറുപടി താണ്ട് ഇവിടെ ഈ ചേട്ടൻ കൊടുക്കുന്നുണ്ട്. അതും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കി. ഒരിക്കലും അവരെ ഞാൻ കുറ്റപ്പെടുത്തില്ല. കാരണം ഇത്തരത്തിലുള്ള പരനാറികൾ സോഷ്യൽ മീഡിയകളിൽ അഴിഞ്ഞാടുമ്പോൾ അവർക്ക് അർമോദിക്കാൻ വേണ്ടി എന്തിനാണ് തങ്ങളെന്തെങ്കിലും പറയുന്നതെന്ന് ഒരുപക്ഷെ അവർ ചിന്തിക്കുന്നുണ്ടാകും. എന്നാൽ വിസ്മയയ്ക്ക് ആർജവമുണ്ട്. അനീതി കണ്ടു കഴിഞ്ഞാൽ അത് പറയാനുള്ള മനസ്സുണ്ട്. അതിനെ അഭിനന്ദിച്ച് മതിയാകും. ശ്രീമാൻ മേജർ രവി ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത്, മോഹൻലാലിൻ്റെ കുടുംബവും അദ്ദേഹവുമായിട്ട് നല്ല ബന്ധമുണ്ട്. വിസ്മയ അദ്ദേഹത്തിന് കുഞ്ഞുനാൾ മുതൽ അറിയാം. ആ കുട്ടിക്ക് രാഷ്ട്രീയമൊന്നും അറിയില്ല, അതുകൊണ്ട് ആ കുട്ടിയെ നിങ്ങൾ അധിക്ഷേപിക്കേണ്ട കാര്യമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ആ കുട്ടിക്ക് രാഷ്ട്രീയം അറിയാമെങ്കിലും അറിയില്ലെങ്കിലും ആരെയും നിങ്ങൾ അധിക്ഷേപിക്കാൻ പാടില്ല എന്ന സ്വന്തം അണികളോട്, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJPയിലെ അദ്ദേഹത്തിൻ്റെ സ്വന്തം സൈബർ ഗുണ്ടകളോട് പറയാനുള്ള ഒരു മനസ്സ് അദ്ദേഹം കാണിച്ചില്ല. അദ്ദേഹം മോഹൻലാലിൻ്റെ മകളാണ് വിസ്മയ എന്നതിൻ്റെ പേരിൽ വിസ്മയെക്കുറിച്ച് ഒന്ന് രണ്ട് നല്ല കാര്യങ്ങൾ പറഞ്ഞ് ആ കുട്ടിക്ക് രാഷ്ട്രീയമൊന്നും അറിയാത്തതുകൊണ്ട് അങ്ങനെ പറഞ്ഞു പോയതാണ് എന്ന് പറയുകയും, എന്നാൽ സൈബർ ഇടങ്ങളിൽ വന്ന് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറയുന്ന ആൾക്കാരെ തെറി വിളിക്കുന്ന ഏതൊരുത്തനോടും അത് നല്ല സംസ്കാരമല്ല എന്ന് പറയാൻ എന്തുകൊണ്ട് മേജർ രവിക്ക് കഴിഞ്ഞില്ല? എന്തുകൊണ്ട് താങ്കളെന്ന് പറഞ്ഞില്ല?
താങ്കളത് പറയേണ്ടതായിരുന്നു. നിങ്ങൾക്ക് ആരെയും വിമർശിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം. പക്ഷേ എന്തിനാണ് നിങ്ങൾ അവഹേളിക്കുന്നത്, അതും ഒരു പെൺകുട്ടിയെ? അപ്പോൾ താങ്കളുടെ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരുടെ നിലവാരം എങ്ങനെയുണ്ട് എന്നുള്ളത് താങ്കൾക്കൊരു പക്ഷേ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ അത് അംഗീകരിക്കാനോ അത് തിരുത്തണമെന്നവരോട് പറയാനോ താങ്കളെ കൊണ്ട് കഴിയുന്നില്ല. ഇനി മേജർ രവി പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നാമത്തേത് വിസ്മയയ്ക്ക് രാഷ്ട്രീയ അവബോധമില്ല എന്നതാണ്. എനിക്ക് വിസ്മയെ നേരിട്ടറിഞ്ഞുകൂടാ. അദ്ദേഹം പറയുന്നത് വിസ്മയ പഠിച്ചതും വളർന്നതുമെല്ലാം വിയറ്റ്നാമിലായിരുന്നു, അതുകൊണ്ട് രാഷ്ട്രീയമൊന്നും അറിയില്ല ആ കുട്ടിക്ക് എന്നാണ്. പക്ഷെ ഞാൻ വിസ്മയെക്കുറിച്ച് നെറ്റിൽ തപ്പിയപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് വിസ്മയ പഠിച്ചത് ഊട്ടിയിലാണെന്നാണ്. സ്കൂൾ വിദ്യാഭ്യാസം ഊട്ടിയിലെ ഹെബ്രോൺ സ്കൂളിലായിരുന്നു. പിന്നീട് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡിഗ്രി എടുത്തു എന്ന് പറയുന്നു. തുടർന്ന് ചില ഗവേഷണങ്ങൾക്കും പഠനങ്ങൾക്കും ഒക്കെയായിട്ട് അമേരിക്കയിലും ലണ്ടനിലും പ്രാഗിലും തായ്ലാൻഡിലും ഒക്കെ പോയതായിട്ട് പറയുന്നു. പക്ഷേ ഒരിടത്ത് പോലും വിസ്മയ വിയറ്റ്നാമിൽ പോയതായിട്ട് ഞാൻ വായിച്ചില്ല. ഇനി അഥവാ പോയിട്ടുണ്ടെങ്കിൽ തന്നെ, വിസ്മയ കുറച്ച് വർഷം വിയറ്റ്നാമിൽ പോയിട്ടുണ്ടെങ്കിൽ തന്നെ അവിടെ ജീവിക്കുന്ന ആൾക്കാർക്ക് ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാൻ പറ്റില്ലേ? അതും വിസ്മയെ പോലെയുള്ളൊരു പെൺകുട്ടിക്ക്. മോഹൻലാലിൻ്റെ മകൾ, അദ്ദേഹം ലോകമെങ്ങും സഞ്ചരിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹവുമായിട്ട് വിസ്മയ തീർച്ചയായിട്ടും സംസാരിക്കുമ്പോൾ പല കാര്യങ്ങളും അച്ഛനിൽ നിന്ന് തന്നെ അവൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അച്ഛൻ്റെ സിനിമ കണ്ടാൽ തന്നെ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയം മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ പല വഴികളിലൂടെ ആ കുട്ടിക്ക് രാഷ്ട്രീയം മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളൊരു കുട്ടിക്ക് രാഷ്ട്രീയം അറിയില്ല എന്ന് രവി പറഞ്ഞതിൻ്റെ പിന്നിലെ പൊരുൾ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി ആ കുട്ടിക്ക് രാഷ്ട്രീയം അറിയില്ലെങ്കിൽ പോലും കുഴപ്പമൊന്നുമില്ല, രാഷ്ട്രീയം അറിയണ്ട. ആ കുട്ടിക്ക് ജനാധിപത്യം എന്താണെന്നറിയാം. ആ കുട്ടി ചോദിച്ചത് ഇതാണോ ജനാധിപത്യം എന്നാണ്. ഇത് ജനാധിപത്യമല്ല. ജനാധിപത്യ രാജ്യത്ത് ജനങ്ങളാണ് രാജാക്കന്മാർ. അവിടെ ജനങ്ങൾ അവരുടെ ആവശ്യം ഒരു ഗവൺമെൻറ്റിന് മുമ്പിൽ വെക്കുമ്പോൾ ആ ഗവൺമെൻറ് അത് സംയമനത്തോടെ കേട്ട് അവർ പറയുന്ന കാര്യങ്ങൾക്ക് മറുപടി നൽകണം, അവരെ വിശ്വാസത്തിലെടുക്കണം, അവരുടെ പ്രശ്നം പരിഹരിക്കണം. പകരം പോലീസുകാരെ വിട്ട് അവരെ തല്ലിക്കുക. പോലീസുകാർ മാത്രമല്ല, RSSൻ്റെ ഗുണ്ടകളും അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ആ കുട്ടികളെ കൈകാര്യം ചെയ്തപ്പോൾ വിസ്മയ പറഞ്ഞത് പുള്ളിക്കാർ നേരിട്ട് കണ്ട ഒരു കാര്യമാണ്. അക്കാര്യത്തിൽ യാതൊരു അപാകതയുമില്ല. അപ്പോൾ ആ കുട്ടിയെ അധിക്ഷേപിച്ചവരാണ് യഥാർത്ഥത്തിൽ പ്രതികൾ. അവരെ ന്യായീകരിക്കാനാണ് ശ്രീമാൻ രവി ശ്രമിച്ചത്. എന്നിട്ട് രവി പറഞ്ഞത് ഈ പറയുന്ന പേപ്പർ ലീക്കുകളും മറ്റുമൊക്കെ മോദി ഭരിക്കുന്ന സമയത്തല്ല, അതിന് മുമ്പും ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവിടെ സമരം ചെയ്യുന്ന പല ആൾക്കാർക്ക് നീറ്റ് എന്നാൽ എന്താണെന്ന് പോലും അറിയില്ല. മേജർ രവിക്ക് അറിയാം നീറ്റ് എന്താണെന്ന്. നീറ്റ് എന്ന് പറയുന്ന പരീക്ഷ ഇന്ത്യയിൽ തുടങ്ങുന്നത് തന്നെ മോദി ഭരണം തുടങ്ങിയ ശേഷമാണ്. 2016 ആദ്യത്തെ നീറ്റ് പരീക്ഷ നടക്കുന്നത്. അതിനു മുമ്പ് ആൾ ഇന്ത്യ പ്രീ മെഡിക്കൽ ടെസ്റ്റ് എന്ന പേരിലാണ് അതറിയപ്പെട്ടിരുന്നത്. അത് നടത്തിയിരുന്നത് CBSE ആണ്. എന്നാൽ ശ്രീ നരേന്ദ്രമോദി വന്ന ശേഷം 2019 നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ടാക്കി ഈ ടെസ്റ്റ് അതിൻ്റെ അടിയിൽ കൊണ്ടുവന്നു. 2015-ലും 16-ലും 21-ലും 24-ലും 26-ലും നീറ്റ് പരീക്ഷ ചോദ്യപേപ്പറുകൾ ചോരുകയുണ്ടായി. അതായത് 2014-ലും 15-ലും ആൾ ഇന്ത്യ പ്രീ മെഡിക്കൽ ടെസ്റ്റ് എന്ന പേരിൽ നടത്തിയ സമയത്ത് പേപ്പർ ചോർന്നിരുന്നു. പിന്നീട് നീറ്റ് പരീക്ഷ എന്ന പേരിൽ മാറ്റിയ ശേഷം 2021-ലും 24-ലും 26-ലും ചോദ്യപേപ്പർ ചോർന്നു. അപ്പോൾ ഈ 5 തവണയും പേപ്പർ ചോർന്നിരിക്കുന്നത് നരേന്ദ്രമോദിയുടെ ഭരണസമയത്ത് തന്നെയാണ്. അത് അദ്ദേഹത്തിൻ്റെ പിടിപ്പുകേടാണോ അല്ലയോ എന്നുള്ളത് ശ്രീ രവി ചിന്തിക്കുക. എന്നാൽ പണ്ടും ഇത്തരത്തിലുള്ള ചോർച്ച നടന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുമ്പോൾ പണ്ട് നടന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനല്ലേ നരേന്ദ്രമോദി വന്നത്? അതോ അവർ ചെയ്തതുപോലെയൊക്കെ തന്നെ തുടരാനാണോ? പുതിയ ഇന്ത്യ, പുതിയ ഭാരതം, വികസിത ഭാരതം എന്നൊക്കെ പറയുമ്പോൾ പഴയ പ്രശ്നങ്ങൾ അതുപോലെയൊക്കെ തന്നെ വയ്ക്കൊണ്ടിരിക്കുമെന്നാണെങ്കിൽ പിന്നെ എന്തിനാണ് അങ്ങനെയുള്ള അവകാശവാദങ്ങൾ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് നടക്കാത്ത കാര്യങ്ങളാണ് പിന്നീട് നടന്നത്. കോൺഗ്രസ് സർക്കാർ ഭരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. ഇനി അഥവാ അന്നത്തെ കാലത്തൊക്കെ ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അത് കുട്ടികളെ സാരമായിട്ട് ബാധിച്ചിരുന്നില്ല. ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമുക്കറിയാം നീറ്റ് പരീക്ഷ എന്ന് പറയുന്നതിന് വളരെ വലിയ സമ്മർദ്ദമുണ്ട്. കുറേ അച്ഛനമ്മമാർക്ക് മക്കളെ ഡോക്ടറാക്കണം. യഥാർത്ഥത്തിൽ നടൻ വിജയ് പറഞ്ഞതുപോലെ, മുഖ്യമന്ത്രി വിജയ് പറഞ്ഞതുപോലെ ഈ നീറ്റ് പരീക്ഷ എന്ന് പറയുന്ന പരിപാടി തന്നെ ഇല്ലാതാക്കണം. ഇതിൻ്റെ ആവശ്യമില്ല. കാരണം മെഡിക്കൽ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് ആ രംഗത്തോട് എന്തെങ്കിലും പ്രതിപത്തിയുണ്ടോ, അഭിരുചിയുണ്ടോ എന്ന് മാത്രമാണ് അറിയേണ്ടത്. അത് അവർ +2 പഠിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അത്തരത്തിൽ അഭിരുചിയുള്ള ആൾക്കാരെ ഇൻ്റർവ്യൂ ചെയ്ത് കണ്ടെത്തി അവരെ മാത്രമാണ് പഠിപ്പിക്കേണ്ടത്. ഇതിപ്പോൾ പല അച്ഛനമ്മമാരുടെയും താല്പര്യപ്രകാരമാണ് പല കുട്ടികളും നീറ്റ് പരീക്ഷ എഴുതാൻ പോകുന്നത്. എന്നിട്ട് പേരൻസിൻ്റെ പക്കൽ നിന്നും വളരെ വലിയ സമ്മർദ്ദമാണ്. അവരെ സ്പെഷ്യൽ കോച്ചിങ്ങിന് വിടുന്നു, ലക്ഷങ്ങൾ മുടക്കുന്നു. അവസാനം ഈ കുട്ടികൾ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ച് പോയി ഈ പരീക്ഷ എഴുതുന്നു.
സത്യം പറഞ്ഞാൽ ഇവരെഴുതുന്ന ഈ പരീക്ഷയും ഇവർ ചെയ്യാൻ പോകുന്ന പ്രൊഫഷനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. കാര്യം മെഡിക്കൽ സയൻസ് എന്ന് പറയുന്നത് എന്തോ ഒരു സാധനമാണ്, ഈ നീറ്റ് പരീക്ഷ എന്ന് പറയുന്നത് വേറെന്തോ ഒരു സാധനമാണ്. അവരിത് പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. അത് പഠിക്കാൻ പോകുന്നതിന് മുമ്പ് ആ കുട്ടികൾക്ക് ആ രംഗത്തോട് എന്തെങ്കിലും താല്പര്യമുണ്ടോ എന്നറിയണ്ടേ. ഇപ്പോൾ അഭിനയിക്കാൻ അറിയാൻ വയ്യാത്ത ഒരാളെ തല്ലിക്കൊന്ന് നടനാക്കി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതുപോലെ തന്നെ ധൈര്യമില്ലാത്ത പേടിത്തൊണ്ടനായ ഒരു വ്യക്തിയെ പിടിച്ച് പട്ടാളത്തിൽ ചേർക്കുകയോ പോലീസിൽ ചേർക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ എന്താകും അവസ്ഥ? അപ്പോൾ ഓരോ തൊഴിലിനും അതിനഭിരുചിയുള്ള ആൾക്കാരെയാണ് കണ്ടെത്തേണ്ടത്. അതിനുള്ള വഴിയാണ് വേണ്ടത്. ഇതല്ല, ഇതൊരു കോമൺ ടെസ്റ്റാണ്. ഏതാൾക്കും വന്ന് പങ്കെടുക്കാം. പങ്കെടുത്തിട്ട് അവരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്ന ആൾക്ക് സ്ഥാനം കിട്ടും, അല്ലെങ്കിൽ അവർക്ക് സീറ്റ് കിട്ടും. എന്നാൽ അവിടെയും തരികിട. അങ്ങനെ നടത്തുന്ന പരീക്ഷകളുടെ ചോദ്യപേപ്പർ വിദഗ്ധമായിട്ട് ഓരോരുത്തർ ചോർത്തുന്നു. കുട്ടികൾ ഈ പറയുന്നത് പോലെ 1 വർഷമോ 2 വർഷമോ ഓക്കെ, കേട്ടല്ലോ. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞ ഈ ഒരു ചേട്ടന് ബിഗ് സല്യൂട്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. എന്താല്ലേ, ഉറപ്പായിട്ടും വിസ്മയ്ക്കുള്ള പൂർണ്ണ സപ്പോർട്ട്, ലാലേട്ടനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഈ ഒരു കാര്യത്തിൽ ഉറപ്പായിട്ടും പൂർണ്ണ സപ്പോർട്ട് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക, 4 ആളുകളിൽ എത്തട്ടെ എന്ന് പ്രതീക്ഷയോടെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.